بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. പ്രിയപ്പെട്ടവരെ, അതിവിശാലമായ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ അഗണ്യകോടി സൃഷ്ടികളും അള്ളാഹുവിനെ അനുസരിക്കുകയും അവന് കീഴൊതുങ്ങുകയും അവന് വണങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടിയാണ് മനുഷ്യർ. ആ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിരിക്കുന്നത് അവനെ അനുസരിക്കാനും അവന് കീഴൊതുങ്ങി ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുമാണ്. അല്ലാഹു പറയുന്നു, ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും നിങ്ങൾ അവന് വേണ്ടി സുജൂദ് ചെയ്യുകയും. അല്ലാഹുവിൻ്റെ ഇബാദത്തുകളിൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം. ആ നിസ്കാരത്തിൽ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം സുജൂദാണ്. അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാനും അവൻ്റെ മഹബ്ബത്ത് കരഗതമാക്കാനും സ്വർഗലോകത്ത് എത്തിച്ചേരാനും കാരണമാകുന്ന ഒരു ഭാഗമാണ് നമസ്കാരത്തിൻ്റെ സുജൂദ് എന്ന ഭാഗം. അതുകൊണ്ട് തന്നെ നാം നിസ്കരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ് സുജൂദ്. ആ സുജൂദ് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവുമായിട്ടടുക്കാൻ പടച്ച തമ്പുരാൻ അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിർദ്ദേശിച്ചത്. അള്ളാഹു പറയുന്നു, കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. നബിയെ, അങ്ങയുടെ പ്രതിയോഗികൾക്ക് ഒരു കാരണവശാലും അങ്ങ് വഴങ്ങിക്കൊടുക്കരുത്. പിന്നെന്ത് വേണം? വസ്ജുദ്, അങ്ങയുടെ നാഥനാകുന്ന റബ്ബിന് അങ്ങ് സുജൂദ് ചെയ്യണം. വഖ്തരിബ്, അവനുമായിട്ട് ആ സുജൂദിലൂടെ പരമാവധി അടുക്കുകയും വേണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖിൻ്റെ 2ാം ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ആയത്തുകളുടെ അവസാനത്തെ ഒരായത്താണ് വസ്ജുദ് വഖ്തരിബ്. സുജൂദ് ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാനോട് അടുക്കുവാനാണ് അല്ലാഹു ഈ ആയത്തിലൂടെ നിർദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യ പ്രബോധനത്തിനായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നബി തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ കഅബാലയത്തിൻ്റെ മുന്നിൽ നിസ്കരിക്കും, സുജൂദ് ചെയ്യും. എന്നാൽ അവിടുത്തെ പ്രമാണിമാരാകുന്ന അബൂജഹൽ ഉൾപ്പെടെയുള്ള പ്രമുഖന്മാർക്ക് ഇത് അസഹനീയമായി, അരോചകമായി മാറി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ മുന്നിൽ സുജൂദിലായി കിടക്കുന്നത് കണ്ടുകൊണ്ട് നടന്നു പോകുന്ന അബൂജഹൽ പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിർത്തിക്കൊള്ളണം ഈ പരിപാടി. ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ആരാധനയൊന്നും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂജഹൽ വിരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വേണ്ട അബൂജഹൽ, വിരട്ടലും ഭീഷണിയും കയ്യിൽ വെച്ചിരുന്നാൽ മതി. എൻ്റെ തമ്പുരാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ള ഇബാദത്തിൻ്റെ ഭാഗമാകുന്ന നമസ്കാരവും സുജൂദും ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. ഈ സംഭവത്തെ
പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അലഖിൻ്റെ കല്ലാ ഇന്നൽ ഇൻസാന ലയതഗാ അർറാഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജാ എന്ന പരിശുദ്ധമായ ആയത്തുകൾ അല്ലാഹു ഇറക്കുന്നത് കല്ല വേണ്ട, ഭീഷണി വേണ്ട, എതിർപ്പ് വേണ്ട. ഇന്നൽ ഇൻസാന ലയതഗാ, ആ എതിർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ തീർച്ചയായും അവൻ അധർമ്മകാരിയാണ്, അവൻ വല്ലാത്ത വഴികേടിലായി പോയിരിക്കുന്നു. അർറാഹു ഇസ്തഗ്നാ, താൻ സ്വയം പര്യാപ്തനാണെന്നും തൻ്റെ സമ്പത്ത് കൊണ്ടെന്തും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള അഹന്തയാണ് അവനെ നയിക്കുന്നത്. ഇന്ന ഇലാ റബ്ബിക റുജാ, എന്നാൽ അവനൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, തീർച്ചയായും ഒടുക്കത്തെ മടക്കം അല്ലാഹുവിങ്കലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രതിയോഗിയുടെയും ഭീഷണിയുടെ മുന്നിൽ പതറിപ്പോകരുത് എന്ന നിർദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതനുസരിച്ച് തന്നെ മുമ്പോട്ട് പോയി. നാളേറെ കഴിഞ്ഞപ്പോൾ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിൻ്റെ ഭൂമുഖത്തേക്ക് വരികയാണ്. ഇബാദത്ത് ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ, നിസ്കരിക്കാൻ അകലെ മാറിക്കൊണ്ട് അബൂജഹലും മഖ്നസും ഉത്ബത്തും ഉൾപ്പെടുന്ന പ്രമാണി വർഗത്തിൽപ്പെട്ട മക്കയിലെ കുബേരന്മാർ കഅബാലയത്തിൻ്റെ ഓരത്തിരുന്നു കൊണ്ട് സ്വറ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് വരുന്നത് കണ്ട്, നോക്കിക്കോ മുഹമ്മദ് ഇപ്പോൾ പോയി സുജൂദ് ചെയ്യും. ആ സന്ദർഭത്തിൽ ലാത്തി അന്ന അലാ റഖബതിഹി, അവൻ സുജൂദിൽ കിടക്കുമ്പോൾ അവൻ്റെ പിരടിയിൽ ഞാൻ എൻ്റെ കാലുകൊണ്ട് ചവിട്ടും. വലഅഫിറന്ന വജ്ഹഹു ഫിത്റാബ്, അവൻ്റെ മുഖം ഞാൻ മണ്ണിൽ തേച്ചരയ്ക്കും. ഈ രീതിയിൽ കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ട് അബൂജഹൽ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായി കിടക്കുന്ന പ്രവാചകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അബൂജഹലദാ മെല്ലെ നീങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് പടച്ച തമ്പുരാനെ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്, തസ്ബീഹുകൾ ചൊല്ലുകയാണ്. ഈ സന്ദർഭത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചവിട്ടി മെതിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരാധന തടയാനും അബൂജഹൽ മുതിർന്നുകൊണ്ട് നബിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നെടുക്കുന്നത്. എന്നാൽ മുമ്പോട്ട് കുതിച്ചുപോയ അബൂജഹൽ എന്തോ കണ്ട് ഭയപ്പെടുന്നതായിട്ട് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അരുതേ എന്ന ആംഗ്യഭാവത്തിൽ പിന്നോട്ട് നടക്കുന്നതാണ് കൂട്ടുകാർക്ക് കണ്ടത്. കൂട്ടുകാരുടെ അടുക്കലേക്ക് തിരിച്ചു വന്ന അബൂജഹലിൻ്റെ മുഖത്ത് കണ്ട ഭയപ്പാട് കണ്ടുകൊണ്ട് കൂട്ടുകാർ ചോദിച്ചു, എന്തു പറ്റിപ്പോയി അബൂജഹൽ? ഇവിടെ നിന്നും പോകുമ്പോൾ ഇതല്ലായിരുന്നല്ലോ, മുഹമ്മദിൻ്റെ തല ചവിട്ടി അരയ്ക്കുമെന്നായിരുന്നല്ലോ, മുഹമ്മദിനെ സുജൂദ് ചെയ്യാൻ അനുവദിക്കുകയില്ലായിരുന്നെന്നാണല്ലോ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു കൊണ്ടുപോയത്, പിന്നെ എന്തു പറ്റിപ്പോയി? ആ സന്ദർഭത്തിലാണ് അബൂജഹൽ പറയുന്നത്, ഞാൻ മുഹമ്മദിൻ്റെ അടുക്കൽ എത്താറായപ്പോൾ ലറഅയ്തു, ഞാൻ കണ്ടു, ഹന്തക്കൻ, വലിയ ഒരു കിടങ്ങ്. ആ കിടങ്ങിൻ്റെ അപ്പുറത്തായിട്ട് വലിയ ഒരു സ്വത്വം വായും പിളർത്തിക്കൊണ്ട് എന്നെ കടിച്ചു കീറാനായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. വല്ലാത്തൊരു ഭീകരമായ അവസ്ഥയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. കൂട്ടുകാരെ, നിങ്ങളാരും അത് കണ്ടില്ല, പക്ഷേ ഞാനത് കണ്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സമീപത്തായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിയോഗിച്ച മലക്കായിരുന്നു, സബാനിയാക്കളിൽപ്പെട്ട മലക്ക്. ശിക്ഷയുടെ മാലാകമാരെ അല്ലാഹു ഇറക്കുകയായിരുന്നു. കഅബാലയത്തിൻ്റെ ഭൂമുഖപ്പടിയിൽ അല്ലാഹുവിൻ്റെ റസൂല് സുജൂദിൽ കിടക്കുമ്പോൾ പ്രതിയോഗിയാകുന്ന അബൂജഹൽ വന്നുകൊണ്ട് പ്രവാചകനെ മർദ്ദിക്കാനും പ്രവാചകനെ പീഡിപ്പിക്കാനും ശ്രമിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കിയ ഭീകരമായ സത്വം സബാനിയത്തിൻ്റെ മാലാകയായിരുന്നു, മലക്കായിരുന്നു അത്. വിശുദ്ധമായ ഖുർആനിൽ
സൂറത്തുൽ അലഖിന്റെ 2-ാം ഭാഗം ഇതാണ് ചർച്ച ചെയ്യുന്നത്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. ഒരു ദാസൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദാസനെ തടുക്കാൻ ശ്രമിക്കുന്നവനെ നീ കണ്ടുവോ? അറഅയ്തല്ലദീ യൻഹാ, തടുക്കുന്നവനെ തടയുന്നവനെ നീ കണ്ടുവോ? ഇദാ സല്ലാ, ഒരു ദാസൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ, ആ നിസ്കരിക്കുന്ന ദാസൻ സത്യമാർഗത്തിലാണ് നിലകൊള്ളുന്നത്, അതോടൊപ്പം ധാർമ്മികത ഉപദേശിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ കഴിഞ്ഞുകൂടുന്നത്. ആ മനുഷ്യനെ തടയാൻ ശ്രമിക്കുന്ന പീഡകനെ നീ കണ്ടോ? അറഅയ്ത ഇൻ കദ്ദബ വതവല്ല, അവനാണെങ്കിലോ സത്യത്തെ തള്ളിപ്പറയുകയും സത്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അലം യഅലം ബിഅന്നല്ലാഹ യറാ, അവൻ്റെ ഈ പ്രവർത്തനം അല്ലാഹു കണ്ടില്ലെന്നാണോ വിചാരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രൊട്ടക്ഷൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സബാനിയത്തിൻ്റെ മലക്കുകളെ ഏൽപ്പിച്ചുകൊണ്ട് സുജൂദിൽ കിടക്കുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂജഹലിൽ നിന്നും സംരക്ഷണം നൽകിയ സംഭവമാണ് അല്ലാഹു വിവരിക്കുന്നത്. കല്ലാ ലഇൻ ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ നസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ ഫൽയദ്ഉ നാദിയഹു സനദ്ഉ സബാനിയ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നിർത്തിക്കൊള്ളണം ഈ രീതിയിലുള്ള നടപടിക്രമങ്ങൾ, പരിശുദ്ധ റസൂലിനോടുള്ള എതിർപ്പ് അവസാനിച്ചു കൊള്ളണം. ഇല്ല എങ്കിൽ ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, പാപമേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന, സത്യത്തിനെതിരെ നിലകൊള്ളുന്ന, ഭീഷണി സ്വരം മുഴക്കുന്ന അബൂജഹലിൻ്റെ മകുടം ഉച്ചി ഞാൻ പിടിക്കുക തന്നെ ചെയ്യും, ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഫൽയദ്ഉ നാദിയ സനദ്ഉ സബാനിയ, നമ്മുടെ ഭാഗത്തു നിന്നും സബാനിയായ മലക്കുകളെ നമ്മൾ നിയോഗിക്കാം. അവനാണെങ്കിൽ അവൻ്റെ സഹായികളാകുന്ന സൈനികരെ വിളിച്ചുകൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനില് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഅബാലയത്തിൻ്റെ മുമ്പിലുള്ള നിസ്കാരത്തിന് ഭീഷണിയായിട്ട് അബൂജഹൽ മാറിയപ്പോൾ, അഹ്നസ് മാറിയപ്പോൾ, ഉത്ബത്തും ഷൈബത്തും മാറിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിച്ച വചനങ്ങളുടെ അവസാനത്തെ വചനമാണ് പ്രിയപ്പെട്ടവരെ, കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. ഒരുത്തൻ്റെയും ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കി പോകരുത് നബിയെ. വസ്ജുദ് വഖ്തരിബ്, സുജൂദ് ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ വാക്യം അതിൻ്റെ അവതരണ പശ്ചാത്തലം എന്തുമാകട്ടെ, നമുക്ക് നൽകുന്ന ഉത്ബോധനം എന്താണ്? അള്ളാഹുവുമായിട്ടൊരു അടിമയ്ക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്നത് നമസ്കാരത്തിലെ സുജൂദിൻ്റെ വേളയിലെന്നാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ഫസ്ജുദ്, മനുഷ്യ നീ സുജൂദ് ചെയ്യ്, വഖ്തരിബ്, നിന്റെ റബ്ബുമായിട്ട് നീ അടുക്ക്. പ്രിയപ്പെട്ടവരെ, സുജൂദിലൂടെ ഒരു ദാസന് ഒന്നാമതായിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമായിട്ട് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും അള്ളാഹുമായിട്ടുള്ള സാമീപ്യത്തിന് ഈ സുജൂദ് കാരണമാകുമെന്നാണ്. പക്ഷേ സഹോദരങ്ങളെ, ഇന്ന് നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാകുന്ന ഈ സുജൂദ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ദർശനമുണ്ടാകുന്നതിന് ഉപകരിക്കുന്ന രീതിയിലാണോ നമ്മൾ ആ സുജൂദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള ധാരാളം മതങ്ങളുണ്ട്. ആ മതങ്ങളിൽ ധാരാളം ആരാധനകളുണ്ട്. ആ ആരാധനകളിലൊന്നും ഇല്ലാത്ത ഒരു ആരാധനയാണ് നിസ്കാരത്തിലെ സുജൂദ് എന്ന് ലോകത്തെ ആരാധനകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിരീക്ഷകർ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ
നിങ്ങൾക്കറിയുമല്ലോ, കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗരംഗത്ത് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന അലക്സാണ്ടർ ജേക്കബ് എന്ന ഈ കേരളത്തിൻ്റെ മുൻ DGP ധാരാളം പ്രഭാഷണങ്ങളിൽ മുസ്ലിം വേദികളിൽ, അമുസ്ലിം വേദികളിൽ, ക്രൈസ്തവ വേദികളിൽ, ഹൈന്ദവ വേദികളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നൊരു ഭാഗമുണ്ട്. ധാരാളം മതങ്ങളിൽ ധാരാളം രീതിയിലുള്ള ആരാധനകളുണ്ട്. ആ ആരാധനകളിലൊന്നും കാണാത്ത ഒരു കാര്യം എനിക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്ന അവരുടെ നിസ്കാരത്തിൽ. അതെന്താണ്? സുജൂദാണ്. ഈ സുജൂദ് മറ്റ് ഒരു വേദക്കാരുടെയും ആരാധനയിൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവർ അവരുടെ ആരാധനകൾ വിവിധ രീതിയിൽ നടത്തുന്നുണ്ട്. ജൂതന്മാരും അങ്ങനെ തന്നെ. ഹൈന്ദവ വിഭാഗത്തിലെ വിവിധ ആൾക്കാർ, വിവിധ വിഭാഗക്കാർ വ്യത്യസ്തമായ ആരാധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ ആരാധനകളിലൊന്നും നെറ്റിയും 2 കൈയും 2 കാൽമുട്ടും അതുപോലെ തന്നെ കാൽപാദങ്ങളുടെ വിരലുകളുടെ അഗ്രങ്ങളും നിലത്ത് വെച്ചുകൊണ്ട് ഏറ്റവും വലിയ സയൻറ്റിഫിക്കലായിട്ട് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആരോഗ്യം നൽകുന്നതിന്, രക്തയോട്ടം നടക്കുന്നതിന്, ശരീരത്തിലെ ആന്തരിക സമസ്ഥിതി ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കപ്പെടുന്നതിന് കാരണമായി തീരുന്ന ഈ ഒരു യോഗയ്ക്ക് സമാനമായ സുജൂദ് വേറെ ഒരു മതത്തിലുമില്ല എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. ജേക്കബ് അലക്സാണ്ടർ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അറിവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന AI-യുടെ ചില ഗൂഗിളിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആപ്പാണ് ജെമിനി എന്ന് പറയുന്ന ആപ്പ്. അതുപോലെ തന്നെ മറ്റൊരാപ്പാണ് ChatGPT എന്ന് പറയുന്ന ചാപ്പിറ്റി എന്ന് നമ്മൾ എളുപ്പത്തിന് പറയുന്ന ആപ്പ്. ആ ആപ്പുകളിലൊക്കെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് സുജൂദിൻ്റെ ശാരീരിക നേട്ടങ്ങൾ എന്ത് എന്ന് നമ്മളൊന്ന് അടിച്ചു കൊടുത്താൽ ഇതുപോലെ ഒരു 2-3 പേജ് ഇങ്ങോട്ട് നമുക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, മറ്റേത് ഭാഷയാണോ ആ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരും. ലോകത്ത് വലിയ പഠനം നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമൂഹം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാകുന്ന സുജൂദ്. പക്ഷേ ആ സുജൂദ് നമ്മളാണെങ്കിലോ വളരെ നോർമലൈസ് ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ എല്ലാ ഗുണങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുജൂദിൻ്റെ ആരോഗ്യപരമായ ആ പ്രയോജനങ്ങൾ മെഡിക്കൽ ഗവേഷണങ്ങൾ പറയുന്നതിൻ്റെ 3-4 പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം കുറച്ചുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. എന്താണ് സുജൂദ് നൽകുന്ന ആരോഗ്യപരമായ നേട്ടങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലച്ചോറിനും നാഡീവ്യവസ്ഥയ്ക്കും ഏറ്റവും ഗുണകരമാണ് സുജൂദ് എന്നാണ്. സുജൂദ് ചെയ്യുമ്പോൾ തല ഹൃദയത്തേക്കാൾ താഴെയാകുന്നു. ഇത് കാരണം തലച്ചോറിലേക്ക് രക്തവും ഓക്സിജനും കൂടുതൽ എളുപ്പത്തിൽ എത്തുന്നു. അത് കാരണമായിട്ട് ഹൃദയ രോഗങ്ങൾ കുറയുന്നു. ഇത് ഞാൻ പറയുന്നതല്ല. ഇന്ന് ബയോളജിക്കലായിട്ട്, ആരോഗ്യശാസ്ത്രപരമായിട്ട് ഗവേഷണങ്ങൾ, മെഡിക്കൽ പഠനങ്ങൾ നടത്തുന്നതിൻ്റെ റിസൾട്ടാണ് നമ്മളുടെ ഏറ്റവും പുതിയ ആപ്പിലൂടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അത് കാരണമായിട്ട് തുടർന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ ഓർമ്മശക്തി, അവൻ്റെ ശ്രദ്ധ, അവൻ്റെ മാനസാന്തരം, അവൻ്റെ മാനസികമായ സ്ഥിരത എന്നിവകൾക്ക് ഈ സുജൂദ് ഏറ്റവും കൂടുതൽ സഹായകമാണ്. തലവേദന, മാനസിക സമ്മർദ്ദം ഇതെല്ലാം കുറയാനും സുജൂദ് കാരണമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്താ? വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹുഹു. രാത്രി സമയത്ത് കുറച്ചു നേരം എഴുന്നേറ്റ് സുജൂദിലായി കഴിഞ്ഞുകൂടണമെന്നാണ്. രാത്രി സമയം കുറച്ചു നേരം എഴുന്നേറ്റ് സുജൂദിലായി കഴിഞ്ഞുകൂടണമെന്ന ഇന്ന നാശിയത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. തീർച്ചയായും ഈ രാത്രിയുള്ള
നിസ്കാരവും സുജൂദുമൊക്കെ ഒരു മനുഷ്യൻ്റെ മാനസികമായ ഉണർവിന് ഏറ്റവും കൂടുതൽ മനോധൈര്യത്തിനും മനോസ്ഥൈര്യത്തിനും മാനസികമായ സുഖത്തിനും ഏറ്റവും കൂടുതൽ ഫലപ്രദമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ സുജൂദിൻ്റെ കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് രാത്രിയുള്ള സുജൂദിൻ്റെ കാര്യം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഇന്ന് ആധുനിക മെഡിക്കൽ സയൻസ് രംഗത്തുള്ള ഗവേഷണങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമതായിട്ട് നൽകുന്നത് എന്താ? ശ്വാസകോശത്തിനും ശ്വാസവ്യൂഹത്തിനും ഏറ്റവും ഗുണകരമാണ് സുജൂദ് എന്ന. ശ്വാസകോശം പരിപൂർണമായി വ്യാപിക്കാൻ ഈ സുജൂദ് സഹായിക്കുന്നു. ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസം നടത്തുന്നതിന് ഓക്സിജൻ വിതരണം മെച്ചപ്പെടുന്നു, മറ്റു പോഷകങ്ങളും മെച്ചപ്പെടുന്നു. സുജൂദിൻ്റെ വേളയിൽ നാം ഒന്നും അറിയാതെ നമുക്കുണ്ടാകുന്ന ഭൗതികമായ ശാരീരികമായ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ പഠനങ്ങളെല്ലാം നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ മുട്ടിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്, നടുവിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അധിക പേരും കസേരയിലേക്ക് മാറുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കസേരയിൽ നിസ്കരിക്കരുത്. ഒരു കാരണവശാലും നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ സുജൂദ് കസേരയിൽ നിന്ന് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മുട്ടും പേശികളും ശക്തിപ്പെടുന്നതിന് സുജൂദ് സഹായകമാണ്. പുതിയ പഠനമാണ്. മുട്ടും നമ്മുടെ ശരീരത്തിലെ പേശികളും ശക്തിപ്പെടുന്നതിന് സുജൂദ് ഏറ്റവും കൂടുതൽ സഹായകമാണ്. മുട്ടുകൾക്ക് കീഴെയുള്ള നാഡികൾ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പുറം ഭാഗം, നമ്മുടെ കൈകൾ, മുട്ടുകൾ, ഇതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ചലനാത്മകമാകുന്നതിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന യോഗയാണ് സുജൂദ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിലോ നേരത്തെയൊക്കെ നിസ്കരിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ സുജൂദ് ചെയ്യാൻ വയ്യാത്ത രീതിയിൽ മുട്ടിന് പ്രശ്നം, നടുവിന് പ്രശ്നം, വയറിന് പ്രശ്നം, ആകെ പ്രശ്നം. അങ്ങനെ നമ്മൾ കസേരയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് പ്രശ്നം? നാം ഓരോരുത്തരും മനസ്സിലാക്കുക, ഇത് സയൻറ്റിഫിക്കലായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളാണ്, അതിൻ്റെ റിപ്പോർട്ടുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. അതുപോലെ തന്നെ മാനസികമായിട്ട് മനുഷ്യന് ഏറ്റവും കൂടുതൽ സുഖം നൽകുന്നതിന് കാരണമായി തീരുന്ന യോഗയാണ് സുജൂദ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുജൂദിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് വേണ്ടത് പടച്ച തമ്പുരാനുമായിട്ടുള്ള സാമീപ്യമാണ്. ആ സാമീപ്യത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന നമസ്കാരത്തിൻ്റെ ഭാഗമാണ് സുജൂദ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. ഒരു ദാസന് തൻ്റെ ഉടമസ്ഥനായ തമ്പുരാനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന ഇബാദത്തിൻ്റെ നിസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് സുജൂദ് എന്ന്. ഫഅക്സിറു അദ്ദുആ. ആ സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ദുആയിനെ വർദ്ധിപ്പിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സുജൂദിൻ്റെ ദീർഘം എത്രമാത്രമായിരുന്നു. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി നിസ്കാരത്തിലുള്ള സുജൂദുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന എന്തുമാത്രം നീണ്ടതായിരുന്നു. നമ്മളാണെങ്കിൽ നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് 3 പ്രാവശ്യം പറയുന്നത് തന്നെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന രീതിയാണ് എങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് പറയുന്നത് എന്തായിരുന്നു? അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു വഅന്ത റബ്ബി സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദ് എങ്ങനെയായിരുന്നു എന്ന് മഹാന്മാരായ സഹാബി വര്യന്മാർ പറയുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നാൽ ഇങ്ങനെ നീണ്ട പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിലോ നിബിധങ്ങൾ പറഞ്ഞത് അതാണ്, അക്സിറു അദ്ദുആ. സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ദുആ പെരുപ്പിക്കുകയും
അള്ളാഹുവിന് ഏറ്റവും നമ്മളോട് കരുണയും സാമീപ്യവും ദയയും ഒക്കെ ഉണ്ടാകുന്ന നിസ്കാരത്തിൻ്റെ ഭാഗമാണ് സുജൂദ്. ആ സുജൂദ് ചെയ്യേണ്ടുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഒറ്റയ്ക്കുള്ള നിസ്കാരത്തിൽ, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരത്തിലൊക്കെ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അറബി ഭാഷയിൽ ചില ദുആകൾ നമ്മൾ പഠിക്കണം. എന്നിട്ട് പടച്ച തമ്പുരാനോട് ആ സുജൂദിൽ കിടന്നുകൊണ്ട് ദീർഘനേരം നമുക്ക് അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്താൻ, നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയണം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഫീ സുജൂദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. നിബിതങ്ങൾ സുജൂദില് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയാറുണ്ടായിരുന്നു. നമ്മുടെ ഇമാമിയങ്ങളൊക്കെ, മദ്ഹബിൻ്റെ ഇമാമിയങ്ങളൊക്കെ നിസ്കാരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഫർദ് നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ആ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്നുള്ളത് 3 പ്രാവശ്യം ആക്കി വെച്ചതാണ് പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയാണ്. നമ്മൾ കഴിയുന്നിടത്തോളം വർദ്ധിപ്പിക്കാനാണ് നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, സജദ്തു അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു വഅന്ത റബ്ബി സജദ വജ്ഹിയ ലില്ലദീ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ സുജൂദ് ചെയ്തു, നിന്നെക്കൊണ്ട് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, നിന്നെ ഞാൻ പൂർണ്ണമായും അനുസരിക്കുന്നവനാണ്, നീ എൻ്റെ റബ്ബാണ്, എൻ്റെ ശരീരം മുഴുവനും നിനക്ക് കീഴൊതുങ്ങിയിരിക്കുകയാണ്, എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മുഖവും തലയുമൊക്കെ ഞാനിതാ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് റബ്ബേ. എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തന്നവൻ നീയാണ് റബ്ബേ, എൻ്റെ കാതുകൾക്ക് കേൾവി തന്നവൻ നീയാണ് റബ്ബേ, എനിക്ക് സുന്ദരമായ രൂപം തന്നവൻ നീയാണ് റബ്ബേ. ഈ അർത്ഥം വരുന്ന പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദിക്റുകൾ, ദുആകൾ നിബിധങ്ങളുടെ സുജൂദുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് സുജൂദ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നാളെ സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന നിസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് സുജൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖറഅ ഇബ്നു ആദമ അസ്സജദ. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ സജദയുടെ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഫസജദ, അവൻ സുജൂദ് ചെയ്യുന്നു എന്നാൽ പിശാച് നിലവിളിച്ചും കരഞ്ഞും കൊണ്ടും അവനിൽ നിന്നും ഓടിയകലുന്നതാണ്. വയഖൂലു, എന്നിട്ട് പിശാച് പറയുന്നതാണ്, ഉമിറബിനു ആദമ ബിസ്സുജൂദ്, മനുഷ്യനോട് അല്ലാഹു സുജൂദ് കൊണ്ട് കൽപ്പിച്ചു. ഫസജദ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് മനുഷ്യൻ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അത് കാരണമായിട്ട് അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാസ് നൽകും. ആരാ പറയുന്നത്? പിശാച്. എവിടെ നിന്ന് പുറത്തായ പിശാച്? സ്വർഗത്തിൽ നിന്നും പുറത്തായ പിശാച്. എന്താ കാരണം? പിശാച് തന്നെ പറയുകയാണ്, വ ഉമിർതു ബിസ്സുജൂദ്, എന്നോടും സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നു. ഫഅബൈതു, എന്നാൽ ഞാൻ അതിന് വിസമ്മതിച്ചു, അനുസരണക്കേട് കാണിച്ചു. ഫലിയന്നാർ, അത് കാരണമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഔട്ട്, എനിക്ക് നരകം. പ്രിയപ്പെട്ടവരെ, ഇത് പിശാച് പറയുന്നതാണ്. എപ്പോൾ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആൾക്കാർ പടച്ച തമ്പുരാന് സുജൂദ് ചെയ്യുമ്പോൾ, ആ സുജൂദിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം ആ ദാസൻ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സുജൂദ് പെരുപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനാണ് സഹാബാക്കളോട് നബി തങ്ങൾ നിർദ്ദേശിച്ചത്. മഹാനായ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഒരു പാതിരാത്രി കഴിഞ്ഞ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പ്രവാചകന് വെള്ളം ആവശ്യമായി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് wudu എടുക്കുന്നതിന്, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ വെള്ളപ്പാത്രവുമായി വെള്ളം ശേഖരിച്ചുകൊണ്ട് പ്രവാചകന്റെ കൊച്ചു വീട്ടിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുന്ന റബീഅത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വരുമ്പോൾ റബീഅത്തിനെയാണ് കാണുന്നത്. എന്താ റബീഅത്തെ വീട്ടിൽ പോകാഞ്ഞത്? എന്താ റബീഅത്തെ ഉറക്കം വരാൻ
പറഞ്ഞത്? ഈ രീതിയിൽ നബി തങ്ങൾ റബീഅത്തിനോട് ചോദിക്കുമ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങേക്ക് വേണ്ടുന്ന സേവനം ചെയ്യാൻ പ്രഗത്ഭരായ സഹാബാക്കളെല്ലാം തിക്കും തിരക്കും കൂട്ടുമ്പോൾ ഈ പാവപ്പെട്ട റബീഅത്തിന് അതിനുള്ള അവസരം ലഭിക്കാറില്ല നബിയെ. അതുകൊണ്ട് ഇന്നലെ എല്ലാ സഹാബി വര്യന്മാരും വീട്ടിലേക്ക് പോയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആ മഹബ്ബത്ത് എനിക്ക് നേടണം. അങ്ങനെ നിന്നുപോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുള്ള റബീഅത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മാർത്ഥമായ സ്നേഹം കാരണമായിട്ട് റബീഅത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആ വെള്ളപ്പാത്രം വാങ്ങിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, സൽനി യാ റബീഅ, ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ റബീഅത്തേന്ന്. റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംഹിൽനി യാ റസൂലല്ലാഹ്, എനിക്ക് കിട്ടിയ അവസരം പരമാവധി മുതലെടുപ്പ് നടത്തണം, അതുകൊണ്ട് എനിക്കൊരു അല്പ സാവകാശം തരണം, ഞാൻ എന്ത് ചോദിക്കണമെന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന്. നബി തങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ച് ഒതു എടുത്ത് തിരിച്ചു വരുമ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, സ്വർഗത്തിൽ വരണം, സ്വർഗത്തിൽ അങ്ങയുടെ റഫീഖായിട്ട്, അങ്ങയുടെ സതീർത്ഥനായിട്ട്, കൂട്ടുകാരനായിട്ട് കഴിയാനുള്ള അവസരം ഉണ്ടാക്കി തരണം. ഇതാണ് റബീഅത്ത് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിൽ പോയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. ഇതാണ് സഹാബാക്കളുടെ മോഹവും ആഗ്രഹവും. അതിനുവേണ്ടിയാണ് അവർ പണിയെടുത്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച് അബവൈറദാക യാ റബീഅ, ചോദ്യം ഇത്തിരി കടുത്തു പോയല്ലോ, ആവശ്യം ഇത്തിരി വലുതായി പോയല്ലോ, സ്വർഗത്തിൻ്റെ കാര്യമല്ലേ, ഇതല്ലാതെ മറ്റൊന്നും ചോദിച്ചൂടായിരുന്നോ? റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവദാക യാ റസൂലല്ലാഹ്, കിട്ടുവാണെങ്കിൽ എനിക്കത് വേണം, കാര്യമായിട്ട് കിട്ടണം, അങ്ങയുടെ റഫീഖായി കഴിയണം. ആ സന്ദർഭത്തിൽ നബി തങ്ങൾ പറഞ്ഞത്, അഇന്നി ബികസറത്തി സുജൂദ്, ധാരാളമായി സുജൂദ് പെരുപ്പിച്ചുകൊണ്ട് ഞാനുമായിട്ട് സഹകരിക്കുക, എന്നാൽ നിനക്കെന്നോടൊപ്പം സ്വർഗത്തിൽ എൻ്റെ റഫീഖായിട്ട് എത്തിച്ചേരാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഈ സുജൂദുകൾ കൃത്യമായിട്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന, സ്വീകരിക്കുന്ന നിലയിലാക്കി തീർക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അതുകൊണ്ട് കസേരയിലിരിക്കുന്ന ആരെയും ഞാൻ കുറ്റപ്പറയുന്നില്ല. അവരുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവർക്കേ അറിയാവൂ. പക്ഷേ അല്ലാതെ തറയിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ പരമാവധി അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.